ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരുപാട് നേരമായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വൈബ് ലാൻഡിലോട്ടാണ് കേട്ടോ. നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. ഒരുപാട് ദിവസമായി നമ്മൾ അങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പോയി. സോ വൈബ് ലാൻഡ് എന്ന് പറഞ്ഞാൽ റിയലി കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ്. നമ്മൾ വലിയ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ മാത്രം ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം അവർ കളിക്കുന്നത് നോക്കുന്നു. അവിടെ ഒരുപാട് സ്വിങ്സ് ഉണ്ടായിരുന്നു, റൈഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പുലിപ്പുറത്തൊക്കെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പം ജനറൽ പൂളിലാണ് അവരെ ഇറക്കിയത്. നമ്മൾ ഫാമിലി പൂൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്യണമായിരുന്നു. സോ അവരതിൽ ഒരുപാട് നേരം കളിച്ചു കേട്ടോ. നമ്മളതിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, ജസ്റ്റ് വായി നോട്ടം. അവരിങ്ങനെ ഇറങ്ങി കളിക്കുന്നത് കാണുമ്പോൾ നമുക്കും വെള്ളത്തിലിറങ്ങി കളിക്കാൻ ഭയങ്കര കൊതിയാവുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഇറങ്ങി കളിച്ചിട്ടില്ല. എന്നോട് കുറേ വെള്ളത്തിലിറങ്ങാൻ പറഞ്ഞു, പക്ഷെ ഞാൻ ഇറങ്ങിയില്ല. ബിക്കോസ് ഐ വോണ്ട് പ്രൈവസി. ഞാൻ കുറച്ച് പ്രൈവസി ഉള്ള ആളൊക്കെയാണ്. സോ കണ്ടില്ലേ, അവളുടെ മുടി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ദൂരം മറന്നു. പിന്നെ അവളെ ദൂരിട്ടു. പിന്നെ ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സ്ലൈഡ്സിലൊക്കെ കയറി അവർ വെള്ളത്തൊക്കെ ചാടി ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ഭയങ്കര പരിശ്രമവും അധ്വാനമൊക്കെ ആയിരുന്നു കേട്ടോ. വെള്ളത്തിൽ നമ്മൾ എത്ര കയറാൻ പറഞ്ഞിട്ടും അവർ കയറുന്നേ ഉണ്ടായിരുന്നില്ല, കാരണം അവർക്ക് അത്രയ്ക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ മറ്റേ പാർക്കിൽ കയറിലേറെ അവർ വെള്ളത്തിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞത് മറ്റേ നോർമൽ പാർക്കല്ലേ, നമുക്ക് എപ്പോഴും കയറാമല്ലോ, ബട്ട് ഇതങ്ങനെയല്ലല്ലോ. സോ ഇവിടെ കണ്ടില്ലേ, നമ്മൾ വെള്ളത്തുള്ളികളിലൊക്കെ കളിക്കുന്നു. ഒരു നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൽ ഭയങ്കര അധ്വാനവും പരിശ്രമവും ഒക്കെ ആയിരുന്നു കേട്ടോ. എത്ര കയറാൻ പറഞ്ഞിട്ട് അവർ കയറുന്നുണ്ടായിരുന്നില്ല, കാരണം അത്രയ്ക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടൈം അവർ വെള്ളത്തിലാണ് കേട്ടോ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റേത് നോർമൽ പാർക്ക് അവർ എപ്പോഴും കാണുന്നില്ലേ എന്ന് പറഞ്ഞു. ഞാനും മോളൂസ് ഇവിടെ കുറേ നേരമായിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയിരുന്ന് ബോറടിക്കുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഡോണറ്റ്, അവിൽ മിൽക്കൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ രണ്ടുപേരും ഒരു ബലൂണുള്ളൊരു സംഭവത്തിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ ക്യാമൽ പുറത്തൊക്കെ കയറി. അപ്പോൾ അത്രയ്ക്കുള്ളൂ.